ഹെൽത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അർഹിക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത രണ്ട് ഏരിയ ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് മെൻ്റൽ ഹെൽത്ത്, രണ്ടാമത്തേത് പാലിയേറ്റീവ് കെയർ. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടേംസ് ഉണ്ട്. ഫസ്റ്റ് വൺ മോർട്ടാലിറ്റി ആൻഡ് സെക്കൻഡ് വൺ മോർബിഡിറ്റി. മെഡിക്കൽ സയൻസ് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ കാലത്ത് ചിലപ്പോൾ നമുക്ക് മരണനിരക്ക്, ഡെത്ത് റേറ്റ് കുറഞ്ഞു വരാം. അതിന് ആനുപാതികമായി രോഗം കാരണം കഷ്ടപ്പെടുന്നവരുടെ എണ്ണം കുറയുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യമായിട്ട് മോർട്ടാലിറ്റി എന്താണെന്ന് നോക്കാം. ഒരു രോഗം കാരണം അല്ലെങ്കിൽ ഒരു ഏരിയയിൽ മരണപ്പെടുന്ന ആൾക്കാരുടെ മരണനിരക്കാണ്. മോർട്ടാലിറ്റിയെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പോപ്പുലേഷൻ മോർട്ടാലിറ്റി ആൻഡ് മോർട്ടാലിറ്റി ഡ്യൂ ടു എ സ്പെസിഫിക് ഡിസീസ്. പോപ്പുലേഷൻ മോർട്ടാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഏരിയയിൽ എത്ര ആൾക്കാർ മരണപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ 1000 പോപ്പുലേഷനിൽ ഒരു വർഷം എത്ര ആൾക്കാർ മരണപ്പെടുന്നു എന്നുള്ളതാണ് മോർട്ടാലിറ്റി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഹെൽത്ത് സയൻസ് ഇത്ര ഡെവലപ്പ് ആയത് കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ മോർബിഡിറ്റിയോ, ഒരു അസുഖം കാരണം നമ്മൾ ബുദ്ധിമുട്ടുന്നവരുടെ എണ്ണത്തെയാണ് മോർബിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില അസുഖങ്ങൾക്കാണെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 100% വരെ ആവാൻ സാധ്യതയുള്ള കുറച്ച് ഡിസീസസ് ഉണ്ട്. അതിൽ ഒന്നാണ് റേബീസ്. നമ്മൾ കറക്റ്റ് സമയത്ത് വാക്സിൻ എടുത്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 100% സിംറ്റംസ് കണ്ടു തുടങ്ങിയ ശേഷം 100% മരണസാധ്യതയുള്ള ഒരു അസുഖമാണ് റേബീസ്. അതുപോലെ തന്നെ ടെറ്റനസ്. എന്തെങ്കിലുമൊക്കെ ഒരു ഇഞ്ചുറി ആയിക്കഴിഞ്ഞാൽ ടി ഇഞ്ചക്ഷൻ എടുക്കാറില്ലേ? ഇനിയിപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തില്ല, അതിൻ്റെ സിംറ്റംസ് വന്ന ശേഷം ആൾമോസ്റ്റ് 100% മോർട്ടാലിറ്റി ഉള്ള വേറൊരു അസുഖമാണ് ടെറ്റനസ്. നമ്മുടെ ചാനൽ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, ബ്രെയിൻ ഈറ്റിംഗ് അമീബ. ഈ അസുഖവും വന്നു കഴിഞ്ഞ് ഒരു ലെവൽ കഴിഞ്ഞ് 100% മോർട്ടാലിറ്റി ഉള്ള ഡിസീസസ് ആണ്. പക്ഷെ അതേ കണക്ക് തന്നെ മോർട്ടാലിറ്റി വളരെ കുറവും പക്ഷെ മോർബിഡിറ്റി കൂടുതലായിട്ടും കാണുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. ലൈക്ക് ഡയബറ്റീസ്, അതുപോലെ ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്. ഇത്തരം ഡിസീസുകളിൽ മോർട്ടാലിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പക്ഷേ ഫ്യൂച്ചറുള്ള നമ്മുടെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടിലാവാൻ സാധ്യതയുണ്ട്. അതിൽ പ്രത്യേകിച്ചും ഡയബറ്റീസ് മെലിറ്റസ്, ഷുഗർ, പ്രമേഹ രോഗം. എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ മോർബിഡിറ്റി ഉണ്ടാക്കുന്ന അസുഖം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഐ വുഡ് സേ ഇറ്റ് ഈസ് ദ മദർ ഓഫ് ഓൾ ഡിസീസസ്. ഷുഗർ ഒരുപാട് കാലം നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വിടുകയാണെങ്കിൽ അത് കാരണമുള്ള കോംപ്ലിക്കേഷൻസ് ഒരുപാട് വരാം. 5 ഇയേഴ്സോ 10 ഇയേഴ്സോ അൺട്രീറ്റഡ് ആയിട്ടുള്ള ഷുഗർ ഉണ്ടെങ്കിൽ നമ്മളെ കിഡ്നി ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മളെ നെർവ്സിനൊക്കെ ബാധിച്ചിട്ട് സൈലൻറ്റ് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. കാലുകളിലെ ഞരമ്പിനെയൊക്കെ ബാധിക്കുകയാണെങ്കിൽ കാലിൽ അസഹനീയമായ വേദനയും, അതുപോലെ അൾസർ വരാനും അത് ഉണങ്ങാതെ കഷ്ടപ്പാടുകൾ ഒരുപാട് വരാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ കാരണം നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാം. നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നു, ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയുന്നു. ഇതാണ് നമ്മൾ മോർബിഡിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സ്ട്രോക്കൊക്കെ വന്നു കഴിയുകയാണെങ്കിൽ ഒരു സൈഡ് തളർന്നു പോകാൻ സാധ്യതയുണ്ടല്ലോ. അത് കാരണം അദ്ദേഹത്തിന് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ വരെ വേറെ ഒരാളുടെ സഹായം ആവശ്യമായി വരുന്നു. ഇവിടെയും മോർബിഡിറ്റി ഒരുപാട് കൂടുതലാണ്. ഇവിടെ മോർട്ടാലിറ്റി കുറവാണ്, അതായത് പേഷ്യൻ്റ് ഇത് കാരണം മരണപ്പെടുന്നില്ല. ഈ സ്ട്രോക്ക് വന്നത് കാരണം രോഗി മരണപ്പെടുന്നില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യപ്പെടേണ്ടി വരുന്നു. മോർബിഡിറ്റി വളരെ കൂടുതലായിട്ട് കാണുന്ന വേറൊരു അസുഖമാണ് ആർത്രൈറ്റിസ്, അതായത് ജോയിൻറ്റ് പെയിൻ. മിക്കവാറും ആൾക്കാരിൽ നമുക്കൊരു 50+ ഒക്കെ ആകുമ്പോൾ മുട്ടുവേദനയും കൈവേദനയും പല ജോയിൻറ്റുകളിലെ വേദനയും കാണുന്നുണ്ട്. അത് കാരണം അവരുടെ ലൈഫിൻ്റെ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യപ്പെടേണ്ടി വരുന്നു. അവർക്ക് വേണ്ട ഈവൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് വരെ, ഈവൻ നടക്കാനോ ഓടാനോ ബാക്കി എക്സർസൈസോ ഇതൊക്കെ ചെയ്യാൻ പറ്റാതെ വരുന്നു. അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോർട്ടാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അസുഖം കാരണം നമ്മൾ മരണപ്പെടാനുള്ള സാധ്യതയാണ്. ലൈക്ക് ഹൈ മോർട്ടാലിറ്റി ഉള്ള റാബീസ്, ടെറ്റനസ്, ബ്രെയിൻ ഈറ്റിംഗ് അമീബ. ഇനി അടുത്ത കാറ്റഗറിയിൽ മോർബിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അസുഖം വന്നിട്ട് അത് കാരണം നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു. നമ്മൾ മരണപ്പെടുന്നില്ല എന്നാൽ പോലും ആ അസുഖം കാരണമുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്ര സഹിക്കേണ്ടി വരുന്നു. ഒന്നാമത് ഡയബറ്റീസ് മെലിറ്റസ്, ക്യാൻസർ, സ്ട്രോക്ക്, ആർത്രൈറ്റിസ് ഇതുപോലുള്ള അസുഖങ്ങൾ. അതുപോലെ തന്നെ ക്രോണിക്കായിട്ട് അധികകാലം നീണ്ടു നിൽക്കുന്ന വേറെ അസുഖങ്ങളും. ഇവിടെയാണ് നമുക്ക് മെൻ്റൽ ഹെൽത്തിൻ്റെയും അതുപോലെ പാലിയേറ്റീവ് കെയറിൻ്റെയും ഇമ്പോർട്ടൻസ് വരുന്നത്. ഏത് അസുഖം, പ്രത്യേകിച്ചും ലോങ് സ്റ്റാൻഡിങ് ക്രോണിക് ആയിട്ടുള്ള ഒരു അസുഖമാണെങ്കിൽ നമ്മൾ ഫിസിക്കലി ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മൈൻഡിനെയും ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുമായിരിക്കും, പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള സൈക്കാട്രി കൺസൾട്ടേഷനോ ബാക്കി കൗൺസിലിങ്ങോ അതിൽ നമ്മൾ 90% ആൾക്കാരും എടുക്കുന്നില്ല. ഈവൻ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരെ മേ ബി കീമോതെറാപ്പിയും റേഡിയോ തെറാപ്പിയും ഒക്കെ പ്രോപ്പറായിട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് കൗൺസിലിങ്ങിന് പോകാത്തവരുണ്ട്. ഫിസിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് കൂടി ആവശ്യമുണ്ട്. പാലിയേറ്റീവ് കെയറിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നതാണെങ്കിൽ നമ്മൾ മോർബിഡിറ്റി കൂടുതലുള്ള അസുഖത്തിൻ്റെ കാര്യത്തിലാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡയബറ്റീസിൻ്റെ കാര്യം എടുത്തു. ഷുഗർ, ഒരു ലോങ് സ്റ്റാൻഡിങ് ഷുഗർ കാരണം അദ്ദേഹത്തിന്
കിഡ്നി ഡാമേജ് വന്നു, അതുപോലെ കാലിൽ അൾസർ വന്നു, കണ്ണിൻ്റെ വിഷൻ കോംപ്രമൈസ്ഡ് ആയി. ഇത് കാരണം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാണ്. നേരത്തേക്കുള്ള കൺസെപ്റ്റ് ആണെങ്കിൽ പാലിയേറ്റീവ് കെയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് കിടത്തത്തിലായി ഇനി ഒന്നും ചെയ്യാനില്ലാത്ത രോഗികളെ ട്രീറ്റ് ചെയ്യാണ്. പക്ഷേ ഇപ്പോൾ ആ കൺസെപ്റ്റ് മാറി. നമ്മൾ ഒരു അസുഖം ഡയഗ്നോസ് ചെയ്തത് മുതൽ തന്നെ അതിൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ട് ഈ പേഷ്യൻറ്റിൻ്റെ സഫറിങ്സ് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കുറക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കലുണ്ട്. ഇതിനാണ് പാലിയേറ്റീവ് കെയർ. പാലിയേറ്റീവ് കെയർ എന്നുകൊണ്ട് നമ്മൾ രോഗിക്ക് മാത്രമല്ല, രോഗീനെ പരിപാലിക്കുന്ന രോഗീൻ്റെ റിലേറ്റീവ്സിനെയും രോഗിയെ പരിപാലിക്കുന്ന ആൾക്കാർക്ക് കൂടി നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇമോഷണൽ സപ്പോർട്ടാവാം, ഫിസിക്കൽ സപ്പോർട്ടാവാം. സോ ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഫിസിക്കൽ ഹീലിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മളെ മെൻ്റൽ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ പാലിയേറ്റീവ് കെയറും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചില അസുഖങ്ങൾ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റത്തില്ല. പക്ഷേ അത്തരം അസുഖങ്ങളിലും പാലിയേറ്റീവ് കെയർ കാരണം ആ വ്യക്തിയുടെ ജീവിതം നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ സിവിയർ പെയിൻ ഉള്ള അസുഖങ്ങളാണെങ്കിൽ നമുക്ക് പെയിൻ റിലീഫ്, അനാൽജസിക്സ് കൊടുത്ത് പെയിൻ റിലീഫ് ചെയ്യാം. അതുപോലെ സിംറ്റമാറ്റിക് റിലീഫ് കിട്ടുന്ന ഏത് ട്രീറ്റ്മെൻറ്റും നമുക്ക് ആ സമയത്ത് ചൂസ് ചെയ്യാവുന്ന. അതുപോലെ അദ്ദേഹത്തിന് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാം. പിന്നെ ഒരു എൽഡർലി പേഷ്യൻ്റൊക്കെയാണ് സ്വന്തമായിട്ട് എണീറ്റ് നടക്കാനും ബാക്കി കാര്യങ്ങൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഹോം ആൻഡ് സറൗണ്ടിങ്ങിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താം. അതുപോലെ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പോസിറ്റീവ് ഫീൽ ചെയ്യുന്ന സറൗണ്ടിങ്ങിൽ ആ രോഗിയെ കൊണ്ടുപോയി ഇരുത്താം, ഫിസിയോതെറാപ്പി ചെയ്യാം. ഈ അസുഖമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു പറ്റം ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാം, അവരെ ഹെൽപ്പ് ചെയ്യാം. ആ രോഗി കിടക്കുന്ന റൂമിൻ്റെ അന്തരീക്ഷം ഒന്ന് നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ലൈക്ക് നല്ലൊരു ലൈറ്റിങ്ങും അതുപോലെ ലൈറ്റ് മ്യൂസിക്കും പിടിച്ച് എണീക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് പാലിയേറ്റീവ് കെയർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ രോഗിയെ പരിപാലിക്കുന്ന ആൾക്കാർക്കും നമുക്ക് കുറച്ച് ഇമോഷണലും ഫിസിക്കലും സപ്പോർട്ട് കൂടി കൊടുക്കുക.